ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ പെട്ടെന്ന് കയറി ടിക്കറ്റ് എടുത്ത് 150 രൂപയാണ് പെർ ഹെഡ്. അവരന്നേരം ഒരു ടിക്കറ്റ് അല്ല തരുന്നത്, ഒരു കൈ കെട്ടുന്ന ഒരു സ്ലിപ്പ് പോലത്തെ സാധനം. ഞങ്ങൾ കൈ കെട്ടി മുന്നോട്ട് പോവാണ്. സൺഡേ ആയതുകൊണ്ട് സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഇനിയിപ്പം എല്ലാവരും വരും അവിടുത്തെ. പിന്നെ ഞങ്ങൾ കയറുന്ന ഒരു ഷോപ്പിങ്ങിലാണ്. ഷോപ്പിംഗ് ഫുൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രൈബൽസ് അവരുടെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവിൽക്കുന്ന സ്ഥലമാണ്. നല്ല രസമാണ്. അതിനകത്ത് ഒരുപാട് ഈ ആദിവാസി രീതിയിലുള്ള സാധനങ്ങൾ ഭയങ്കര. അവിടുത്തെ പുറത്തുനിന്നുള്ള ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കിടന്ന് തിരക്ക് കൂട്ടുകയാണ് ഈ സാധനങ്ങൾ കാണാനും വാങ്ങാനും. മാക്സിമം ആൾക്കാർ ഇത് കാണുകയാണ് കൂടുതലും ചെയ്യുന്നത്. വെച്ചാൽ വാങ്ങുന്നതൊന്നും വളരെ കുറച്ച് ആൾക്കാരെ വാങ്ങുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് റേറ്റ് അതനുസരിച്ചുള്ള റേറ്റുകളാണ്. പിന്നെ മെയിനായിട്ടും അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ആയുധങ്ങളാണ് മൊത്തം. सोच के बता रहे क्या? सोच के बता रहे मतलब जो हमको देखे. ഞാൻ ഇവനോട് ചോദിച്ചത് എത്ര രൂപ ആണെന്ന്. അന്നേരം അവൻ പറഞ്ഞ്, അന്നേരം ഇങ്ങനെ ആലോചിക്കുന്നു ഇത് എത്ര രൂപ പറയണോ. ഇങ്ങനെ ഞങ്ങളെ നോക്കിയിട്ട് ആളുകളൊക്കെ നോക്കിയിട്ട് പറയുന്നു എൻ്റെ 3000 രൂപ തന്നു. അരുണും എന്തൊക്കെയോ വാങ്ങാനായിട്ടുള്ള തിരക്കില്ല. അവനന്നേരം പറഞ്ഞെടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും വലുതായി നോക്കും അവൻ. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ തമിഴ് സിനിമയിൽ കാണുന്ന അരിവാളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റി. നമ്മൾ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ടാറ്റാസും അരിവാളും അരുണെടുത്ത് ഒന്നെണ്ണെടുത്ത് നോക്കുന്നു ഞങ്ങളുണ്ടെന്ന്. പിന്നെ ഞാനും എടുത്ത് നോക്കിയപ്പോൾ എന്നെക്കാട്ടി വലിയ സാധനം അതൊക്കെ താഴെ വെച്ച്. എന്നിട്ട് പിന്നെ അതിനും വലിയ ഒരെണ്ണം എടുത്താൽ ഇവിടെ നമുക്ക് ഇതൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ താഴെ നിന്ന് തന്നെ തേങ്ങയൊക്കെ വെട്ടി താഴെ ഇടാം. ഈ കത്തിക്ക് ഇത് മേടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇത് നമുക്ക് യൂസ് ഇല്ല. ഈ സാധനം നമ്മൾ വീട്ടിൽ വെറുതെ മേടിച്ച് കൊണ്ടുവെക്കാനേ പറ്റും. പിന്നെ കാണിക്കാം. പിന്നെ അടുത്ത കടയിൽ കയറിയപ്പോൾ കൊണ്ട് തോക്കുകളും ഇരിക്കുന്നു, വലിയ വാളും ഇരിക്കുന്നു. തോക്കിൻ്റെ അടുത്ത് ഞാൻ കൈ വെച്ച് നോക്കിയപ്പം അത് ചെറിയ ഒരു തോക്കാണ്. പക്ഷേ അതിൻ്റെ പവറില്ല. പവറെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് മെയ്ഡായിട്ട് അവർ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ഈ പൗഡർ എന്തോ ഇടുന്നു. പൗഡർ ഇട്ടിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ 3000 രൂപ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കയ്യിൽ മിക്കവാറുള്ളവരുടെ കയ്യിലൊക്കെ കാണും. എന്തായാലും ഒരു കത്തി കാണും. കത്തി എന്ന് വെച്ചാൽ കുക്കരി എന്ന് പറയുന്ന സാധനം. അത് അവരുടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങി കയറുന്ന ഒരു സൈഡിൽ പണ്ട് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. അതേപോലെ ഇവർ ഇങ്ങനത്തെ വലിയ കത്തിയാണ് കൊണ്ടിട്ട് നടക്കുന്നത്. ഞാനും പിന്നെ കത്തി ഈ തോക്കൊക്കെ എടുത്തൊന്ന് നോക്കി. ചുമ്മാ അതൊന്ന് കാണിക്കാമല്ലോ, വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് വാങ്ങാനൊന്നും പറ്റത്തില്ല, വാങ്ങിയാലും ഇത് കൊണ്ടുപോകാനും പറ്റത്തില്ല. പിന്നെ ഈ സാധനം എന്തോന്നറിയോ, ഇതിൽ ലാത്തി പോണ സാധനം.